ഹലോ, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് ജോക്കുവിൻ്റെ 10th ബർത്ത്ഡേ ആണ്. അപ്പോൾ ജോക്കുവിന് ഭയങ്കര ആഗ്രഹമാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഫെബ്രുവരി 27 ജോക്കുവിൻ്റെ ബിഗ് ഡേ ആണ്, 10th ബർത്ത്ഡേ. അപ്പോൾ ഖത്തറിലെ കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ ജോക്ക് ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഹാളും സ്റ്റേജും ഒക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അതേ ഞാനും സുധും കൂടിയാണ് 1 മണിക്കൂർ കൊണ്ട് ഈ സ്റ്റേജ് ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തത്. ശരിക്കും ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്തതും ഹാളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. ജോക്കുനും മാളൂട്ടിക്ക് ഇപ്പോൾ ഫൈനൽ എക്സാം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവരെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാണ് ഞാനും സുത്തും കൂടിയിട്ട് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയത്. അത് വാങ്ങി ഇവിടെ പാർട്ടി ഹാളിൽ വന്നിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ചെയ്യാൻ പറ്റുമോ, സമയത്തിന് കഴിയുമോ, നന്നാവുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ഒരുപാട് വലിയ ഡെക്കറേഷനൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും ഞങ്ങൾക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കര സന്തോഷമായി. ജോക്കുവിന് 10 വയസ്സായെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല കേട്ടാ. അമ്മമാർക്ക് കുട്ടികൾ എത്ര വലുതായാലും കുട്ടികൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ജോക്കുവിൻ്റെ ഈ 10 വർഷത്തെ യാത്ര എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവൻ ജനിച്ച സമയത്തെ കാര്യങ്ങളും അവിടെ നിന്നുള്ള അവൻ്റെ വളർച്ചയും കുറുമ്പും കുസൃതികളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈ 10 വർഷത്തെ ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ ദിവസവും മാസവും വർഷമൊക്കെ കടന്നു പോകുന്നത്. ജോക്കുവിനെ സംബന്ധിച്ച് ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് ഡേ കൂടിയാണ് കേട്ടോ. ബർത്ത്ഡേയുടെ കുറേ ദിവസം മുൻപ് തന്നെ ജോക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങും. ഇനി എൻ്റെ ബർത്ത്ഡേ അവൻ ഇത്ര ദിവസമുണ്ട്, ഇത്ര അവേഴ്സ് ഉണ്ട്, ഇത്ര ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഓരോ ദിവസത്തെയും എക്സൈറ്റ്മെൻറ്റ് നമ്മളായിട്ട് ഷെയർ ചെയ്യും. അവന് ബർത്ത്ഡേനെ കുറിച്ചുള്ള ഡ്രീംസ്, പിന്നെ അവൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ഡെയിലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ കാണുമ്പോൾ നമ്മൾ ആ സമയമാകുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഈ സന്തോഷം. അപ്പോൾ അവരുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സുകൾ ഓരോരുത്തരെ എത്തി തുടങ്ങിയിട്ടോ. രഞ്ജിത്തേട്ടനും മൺസൂറും ബിജുവേട്ടനും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്നതാണ് അഭിനയ, സനലും നദാനും. അപ്പോൾ അഭിനയ പേര് പോലെ തന്നെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നല്ല പോലെ ഡാൻസ് ചെയ്യും. പിന്നെ റീൽസിലും ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ എന്നെപ്പോലെ തന്നെ അഭിനയിക്ക് വർത്താനം പറയാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതേ ഫോട്ടോയും വീഡിയോയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര തിരക്കിലായി. ഞങ്ങളുടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അവിടെ നടക്കുമ്പോൾ കുട്ടികളുടേതായ ലോകത്ത് അവരുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഷംനേനെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. എൻ്റെ മുൻപുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ ഷംനേനെ കണ്ടിട്ടുണ്ടാവും. സ്പീക്കറിൽ ഞങ്ങൾ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ സെഹറും ജോക്കും കൂടി ഇതേ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടേതായ രീതിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നദാനും മാൾട്ടിയും കൂടി അവിടെ ഭയങ്കര ഓടി കളിക്കലാണ് കേട്ടോ. കുട്ടികൾ പിന്നെ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, എല്ലാവരും ഭയങ്കര കളിയാണ്. ഷിയാസും ഷംനയും കൂടി കിട്ടിയ അവസരം പാഴാക്കിയില്ല കേട്ടോ. രണ്ടുപേരും ഭയങ്കര ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര തിരക്കിലാണ്. പിന്നെ നമുക്ക് അവിടെ പാട്ട് പാടണമെങ്കിൽ അതിനുള്ള മൈക്കും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാളുട്ടി മൈക്കും കൊണ്ട് ഓടി നടക്കുകയാണ്. പിന്നാലെ നദാനും ഉണ്ട്. ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ നദൻ. അപ്പോൾ പാട്ട് വെച്ചപ്പോൾ അതനുസരിച്ച് അവൻ അവൻ്റേതായ രീതിയിൽ ഓരോ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ കുട്ടികളുടെ കളികളും ഞങ്ങളുടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ നടക്കുന്നതിന് ഇടയിലാണ് ലുലും സൈനോളും കുട്ടികളും വന്നത് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് അവർ ലേറ്റ് ആയത്. അപ്പോൾ നമ്മൾ അവരും കൂടി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവരും കൂടി വന്നു. നമുക്ക് ഇനിയിപ്പോൾ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് പോവാം. കേക്ക് പിന്നെ നമ്മുടെ തീമിനനുസരിച്ച് തന്നെ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ജോക്കുവിൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കായ സ്പേസ്, ആസ്ട്രോണറ്റ്, സ്റ്റാർസ്, സ്കൈ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ജോക്കുവിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം കമൻസിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കഴിക്കാനായിട്ട്.
Happy birthday to you. Happy birthday. Today's your special day, it's time to celebrate. Another year of life, let's make it great. With friends and family all around, we'll dance and sing, make joyful sounds. May every moment bring you happiness and fun. May all your dreams come true one by one. Let's raise a toast to the years that have passed. And cheers to the future, may it be a blast. Happy birthday to you. Happy birthday. Wishing all your dreams come true. May the laughter never end. Happy birthday, my dear friend. Oh yeah. It said, yeah. Happy birthday, my dear friend. Oh yeah. Happy birthday, my dear friend. Oh yeah. Wishing all your dreams come true. May the laughter never end. Happy birthday, my dear friend. Oh yeah. Today's your special day, it's time to celebrate. Another year of life, let's make it great. With friends and family all around, we'll dance and sing, make joyful sounds. May every moment bring you happiness and fun. May all your dreams come true one by one. Let's raise a toast അങ്ങനെ to നമ്മുടെ കേക്ക് കട്ടിങ് സെറമണിയൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ. ജോക്ക് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. തിരിച്ച് എല്ലാവരും ജോക്കുവിന് കേക്കൊക്കെ ഷെയർ ചെയ്തു. പിന്നെ അവരെല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോക്കുവിന് അതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ജോക്കുവിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് തോന്നുന്നു ജോക്കുവിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് സ്നേഹത്തോടെ നമുക്ക് തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ജോക്കുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് അപ്പച്ചനും അമ്മയും ജിതിയും കൂടി തന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഡ്രസ്സ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജോക്കുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഇടാനും നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു ആ ഡ്രസ്സ്. അപ്പോൾ അതേ അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്തവർ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. എല്ലാവർക്കും കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പതിവ് പോലെ കുറേ നേരം സംസാരിച്ചു. കുട്ടികളുടേതായ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം നിന്നു. അപ്പോഴേക്കും ഇതേ ഫുഡ് റെഡിയായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് നമുക്ക് പൊറോട്ട, അപ്പം, ഗീ റൈസ്, ഫ്രൈഡ് റൈസ്, മട്ടൺ സ്റ്റൂ, ചിക്കൻ 65, ബീഫ് ഡ്രൈ ഫ്രൈ, ബീഫ് കറി, മാംഗോ ഫിഷ് കറി, പിന്നെ സർലാസ്, അച്ചാർ, സാലഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇടയിൽ കുട്ടികൾക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ കഴിച്ച് ശരിക്കും വയറ് നിറഞ്ഞു. അത് കാരണം എനിക്ക് ശരിക്കും ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല.
നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളതേ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ കുട്ടിപ്പട്ടാളത്തിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്, എല്ലാവരും നന്നായിട്ട് ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്തിരിക്കുകയാണ്. പിന്നെ അതേ ഫുഡ് കഴിഞ്ഞ് നമുക്ക് ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ഇല്ലാതെ പിന്നെ നമുക്ക് എന്താ ആഘോഷമല്ലേ. അപ്പോൾ അതേ നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കാനായിട്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ വയറ് നിറഞ്ഞിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതേ രഞ്ജിത്തേണ് മൺസൂറൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതേ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതേ സ്വത്ത് അവരോട് കുറച്ച് വർത്താനമൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ എല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞാൽ നല്ല വർത്താനമായിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് ഞങ്ങൾക്ക് എപ്പോഴും സംസാരിക്കാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൗണ്ടറൊക്കെ പറഞ്ഞ് ഒരു ചില്ലായിട്ട് എന്ന് പറയുക പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ നിറയും. അത്രയും ഒരു സന്തോഷമാണ് എല്ലാവരും ഒത്തുകൂടിയാൽ തന്നെ. അപ്പോൾ അതേ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻസ് വഴി അറിയിച്ചോളൂ. പിന്നെ ഞങ്ങളുടെ കുട്ടി സ്റ്റേജ് ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാനും സുധം കൂടി ഒരു 1 hour കൊണ്ട് ചെയ്ത ഒരു കുഞ്ഞ് സ്റ്റേജ് ഡെക്കോറാണത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻസിൽ പറഞ്ഞോളൂ. പിന്നെ കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഇതാ കുട്ടികൾ ഇതേ സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത ബലൂണും കാര്യങ്ങളൊക്കെ ഒരെണ്ണം പോലും ഇല്ലാണ്ട് ഫുള്ള് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. കുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയൊരു കളിയായിരുന്നു. ഓരോ ബലൂണും പൊട്ടിക്കുമ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് എല്ലാ ബലൂണും കുട്ടികൾ കൂടി പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. എന്തായാലും ജോക്കുവിന് ബർത്ത്ഡേ സെലിബ്രേഷൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ എൻ്റെയും സ്വത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പോൾ അതേ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് വഴി അറിയിച്ചോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. With friends and family all around, we'll dance and sing, make joyful sounds. May every moment bring you happiness and fun. May all your dreams come true one by one. Let's raise a toast to the years that have passed, and cheers to the future